സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് പ്രിയങ്ക ഇതെൻ്റെ ഭർത്താവാണെന്നും പറഞ്ഞ് വരുണിനെ മുറുകെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഈ സമയം വരുണാണെങ്കിൽ പ്രിയങ്കയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ ബഹളമെല്ലാം കേട്ട് രാധികയും സൂര്യയും പത്നിയൊക്കെ അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ അവരും ഈ കാഴ്ച കണ്ടു ആകെ ഷോക്കായി നിൽക്കുവാണ്. അവരെല്ലാവരും ചേർന്ന് പ്രിയങ്കയെ ബലം പ്രയോഗിച്ച് വരുണിൽ നിന്നും പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ വല്ലാതെ അങ്ങ് വയലൻ്റ് ആകുക. എൻ്റെ ഭർത്താവാണ് ഇത്, എന്നെ വീട് എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക വീണ്ടും വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ദേഷ്യം വന്ന വരുൺ പ്രിയങ്കയെ പിടിച്ച് തള്ളുന്നുണ്ട്. അന്നേരം പ്രിയങ്ക അവിടെ സ്റ്റെപ്പിൽ നിന്നും വീണ് തലയിടിച്ച് ബോധം പോകുവാണ് കേട്ടോ. അങ്ങനെ ഈ കാഴ്ച കണ്ട് ടെൻഷനായിട്ട് രാധികയും സൂര്യയൊക്കെ ചേർന്ന് പ്രിയങ്കയെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണ്. ഈ സമയം ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് നിൽക്കുവാണ് കൽപ്പനയും ഉർവശിയൊക്കെ. പിന്നീട് കാണിക്കുന്നത് കൽപ്പനയും ഉർവശിയും കൂടി നേരെ സുകുമാരിയമ്മയുടെ ഫോണിൽ വിളിക്കുന്നത്. അതെ, ഞങ്ങളിപ്പോൾ വിളിച്ചത് ഒരു കാര്യം പറയാനാ. പ്രിയങ്കയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതേ കുറ്റത് മുത്തശ്ശൻ ഇട്ടുവാ. എന്താ എൻ്റെ പ്രിയങ്ക മോൾക്ക് പറ്റിയത്? അത് പിന്നെ അവളിവിടെ സ്റ്റെപ്പിൽ നിന്ന് വീണു, നെറ്റി പൊട്ടി ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് കേട്ട് സുകുമാരി അമ്മ അങ്ങ് ടെൻഷനാകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പ്രിയങ്കേനെയാണ്. ഈ സമയം ഡോക്ടേഴ്സൊക്കെ പ്രിയങ്കയുടെ നെറ്റിലെ മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. അന്നേരം പ്രിയങ്കക്കാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുവാണ് കേട്ടോ. രാധികയും പത്മിനിയൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷനിൽ പുറത്ത് നിൽക്കുവാണ്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് രാധിക വീട്ടിലിരിക്കുന്ന വരുണിനോട് ഫോണിലൂടെ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. വരുൺ, പ്രിയങ്കയ്ക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല, ഗുരുതരമാണെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. അത് കേട്ടിട്ട് വരുണിന് വലിയ മൈൻഡൊന്നുമില്ല കേട്ടോ. വരുൺ പറയണേ, ബോധമറ്റ് കിടക്കുന്നവളെ പോലെയൊക്കെ അഭിനയിക്കാനേ അവൾക്ക് നല്ലപോലെ പറ്റും. അന്നേരം രാധിക പറയണേ, അല്ല വരുൺ, കാര്യമായിട്ട് തന്നെയാ, എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. അങ്ങനെ പറഞ്ഞ ടെൻഷനോട് കൂടി നിൽക്കുന്ന രാധികേനെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്